ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പൂജയുടെ 6-ാം ദിവസം. നമ്മൾ ഇന്ന് ആരാധിക്കുന്നത് കാത്യായനി ദേവിയാണ്. കാത്യായനി വ്രതം അനുഷ്ഠിച്ചാൽ വിവാഹഭാഗ്യവും ദീർഘമംഗല്യ സൗഭാഗ്യവുമൊക്കെയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഓക്കെ, ഖാതൻ എന്ന മഹാമുനിയുടെ പുത്രനായ കാത്യായ് എന്ന ഒരു അദ്ദേഹത്തിൻ്റെ മകളായിട്ട് ദേവി അദ്ദേഹത്തിൻ്റെ മകളായിട്ട് ജനിക്കണമെന്ന് വ്രതമനുഷ്ഠിച്ച് തപസ് ചെയ്ത് നേടി. അപ്പോൾ ദേവി അദ്ദേഹത്തിൻ്റെ മകളായി ജനിച്ചു. അതിൻ്റെ പുറത്താണ് കാത്യായനി എന്നൊരു പേര് ലഭിച്ചിരിക്കുന്നത്. ചേർത്തല കാത്യായനി ദേവിയെയും നമുക്ക് അയ്യന്തോളിലൊക്കെ ഉണ്ട് കാത്യായനി ദേവി ക്ഷേത്രം. അപ്പോൾ ഇവരെ ഭജിക്കുന്നതിലൂടെ നമുക്ക് ഭർത്താവ് ഭാര്യയായിട്ടുള്ള ബന്ധം ദൃഢമാകുക, അതേപോലെ ലവ് റിലേഷൻഷിപ്പ് ദൃഢമാകുക, അതേപോലെ പിരിഞ്ഞു നിൽക്കുന്നവർ ഒന്നിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നല്ല ഭർത്താവിനെ കിട്ടാനും വിവാഹം പെട്ടെന്ന് നടക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ദേവി നമ്മളെ അനുഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇന്നിവിടെ നല്ലൊരു റീഡിങ്, നല്ല കാർഡുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് രണ്ട് കാര്യത്തിൽ ഏത് ചെയ്യണം എന്ന്, ഏത് ചെയ്യണം എന്നല്ല, രണ്ട് വാളുകൾക്ക് നടുവിൽ നിൽക്കുക. അതായത് രണ്ട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ചെകുത്താനും കടലിനും നടുവിൽ എന്ന് പറഞ്ഞതുപോലെ ആണ് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ നിങ്ങളുടെ സാഹചര്യം, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ, ഇത് ഉപേക്ഷിക്കണോ അത് പോകണോ, ഇപ്പോൾ ജോലിയിലായാലും ബന്ധത്തിലായാലും അതുമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടെന്നൊക്കെ അറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ തിരിയാനും മറിയാനും സമ്മതിക്കാത്തൊരു എനർജിയാണ് ഇവിടെ ഇതിൽ കാണുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇത് നിങ്ങളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ മാത്രം ഈ കാർഡുകൾ മുന്നോട്ട് പോവുക. ഈ ആദ്യം പറഞ്ഞ ഫീലിങ്ങിലല്ല നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് വ്യൂ കാണുന്നത് നിർത്തി നിങ്ങൾ കിട്ടിയത് പൊക്കോളൂ, കുഴപ്പമില്ല. അടുത്ത റീഡിങ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, പക്ഷേ ഇന്ന് വരുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു എനർജിയാണ്. അതായത് അത് വേണോ ഇത് വേണോ, ഇനി അതാണോ ശരി ഇതാണോ ശരി, ഇങ്ങനെയൊക്കെ അറിയാത്ത രണ്ട് ചെകുത്താനും കടലിനും നടുവിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് കാണേണ്ട കാര്യമില്ല. രണ്ടാമത്തെ എന്ന് പറയാൻ ടവറാണ്. നിങ്ങൾ എന്തോ വലിയ പ്രശ്നത്തിൻ്റെ മേലെന്ന് താഴെ വീഴുക. അതായത് ടവറിൽ കാണുന്നത് കണ്ടില്ലേ, അതായത് ഒരു വലിയൊരു പ്രശ്നത്തിൻ്റെ മേലെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച് പോയൊരു സംഭവത്തിൽ നിന്ന് അതല്ല ദൈവം നിങ്ങളെ തള്ളിവിടുക എന്നൊക്കെ പറഞ്ഞതുപോലെ, ഇപ്പോൾ ടവറിൻ്റെ കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വർഗത്തിലേക്കുള്ളൊരു വാതിലാണ്, അല്ലെങ്കിൽ ഒരു വഴിയായിട്ടാണ് ഈ ടവറിനെ കരുതിയിരുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ എത്തുന്ന സമയത്ത് ഭാഷകൾ കൊണ്ട് അതിർവരമ്പ് സൃഷ്ടിച്ചിട്ട് ദൈവം അല്ലെങ്കിൽ മാലാഖമാർ അവിടെ നിന്ന് തള്ളി താഴേട്ടു എന്നുള്ളൊരു എനർജിയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ടവർ എന്ന് പറഞ്ഞാൽ അത്ര നല്ല കാർഡല്ല. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നിങ്ങൾക്ക് നല്ല സമയമല്ല എന്നാണ് പറയുന്നത്. എന്തൊരു പ്രശ്നം വന്നാലും അതിൽ ഉറച്ചു നിൽക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിന് മൂവ് ഓൺ ചെയ്ത് പോകാം. മൂവിങ് കാർഡാണ് അടുത്തത് വന്നിരിക്കുന്നത്. വഞ്ചിയിൽ തുഴഞ്ഞു പോകുന്നൊരു കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ആ സിറ്റുവേഷൻ, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകുന്ന പക്ഷം, നിങ്ങളുടെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് മൂവ് ഓൺ ചെയ്ത് പോകുന്ന പക്ഷം നിങ്ങൾക്ക് നല്ല കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഹൈപ്രിസ്റ്റസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഹൈപ്രിസ്റ്റസ് എന്ന് പറഞ്ഞാൽ ഒരു മാതൃദേവത എന്നാണ് ഹൈപ്രിസ്റ്റസ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഹൈപ്രിസ്റ്റസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സരസ്വതി ദേവി എന്നൊക്കെ പറയുന്നത് പോലെ, ഇപ്പോൾ ഇതിൽ കാണുന്നവർ മിക്കവാറും വിദ്യാഭ്യാസപരമായി ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ നല്ലത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകളോ, മറ്റുള്ളവരെ എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളോ, ടീച്ചേഴ്സോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇതിൽ കാണുന്ന ഒരു 80% ആളുകളും. അല്ലാത്തവരും ഉണ്ടാകും. അവരെന്തെങ്കിലും കാര്യത്തിൽ ആരെങ്കിലും എന്തെങ്കിലും കാര്യം പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ടാവും എന്നെനിക്ക് ഒരു തോന്നൽ. അതാണ് ഈ ഹൈപ്രിസ്റ്റസിൻ്റെ എനർജി വന്നിരിക്കുന്നത്. ഒരമ്മ മാതൃദേവത എന്നൊക്കെ പറയും നമ്മൾ, ആദിപരാശക്തി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു മാതൃദേവതാ സങ്കല്പമാണ് ഇവിടെ ഹൈപ്രിസ്റ്റസ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ മാതൃദേവതയോട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നും കൂടെ ഉണ്ട്. ഇനി അത് കഴിഞ്ഞ് വരുന്ന ഒരു കാർഡാണ് 8 ഓഫ് പെൻഡക്കിൾ. അപ്പോൾ നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആ ഒരു ഇപ്പോൾ പഴയ സിറ്റുവേഷനിൽ നിന്ന്, അതായത് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് 6 ഓഫ് സോർട്സിൽ കാണിക്കുന്നത് പോലെ മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ ഭാരങ്ങളെല്ലാം ഇറക്കി വയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്? അബണ്ടൻസ് ഉണ്ടാവാൻ പോവുകയാണ്.
നിങ്ങൾക്ക് നല്ല രീതിയിൽ ആഗ്രഹിച്ച ജോലി കിട്ടാനോ അല്ലെങ്കിൽ നല്ല പൈസ റിലേഷൻഷിപ്പായിട്ടുള്ള ഇപ്പോൾ കല്യാണം കഴിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ജോലി അത്യാവശ്യം ഫിനാൻഷ്യൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ലവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നായിരിക്കാം. അല്ല നിങ്ങളുടെ ഹസ്ബൻഡിന് നല്ലൊരു ജോലി കിട്ടാനുള്ള സാധ്യതയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും നല്ലൊരു വരുമാനത്തിൻ്റെ ജോലി, അതായത് ഇപ്പോൾ ഉള്ള ശമ്പളത്തിനേക്കാൾ ഉയർന്ന സാലറി കിട്ടാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ടു ഓഫ് സോർട്സിൻ്റെ എനർജിയിൽ പറഞ്ഞ പോലെ നിങ്ങളെന്തോ ഒരു കുരുക്കിൽ പെട്ട് വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത, നാട്ടുഭാഷയിൽ പറയുന്ന പോലെ പട്ടിയുടെ തല കുടത്തിനകത്ത് വിട്ട് അത് നൂരിപ്പോരാൻ പറ്റാത്ത പോലെ ഇരിക്കുകയാണ്. അവിടെ നിന്ന് തള്ളി താഴെ ഇട്ട് നിങ്ങൾ വീണിട്ട് മൂവ് ഓൺ ചെയ്ത് ആ ഭാരം മുഴുവൻ ഇറക്കി വെച്ച് ആ നമ്മൾ പറഞ്ഞ മാതൃദേവതേനെ ധ്യാനിച്ച് കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇത്രയും ഘട്ടങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാതൃദേവതനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുന്നവരായിരിക്കും, ഏതെങ്കിലും തരത്തിലുള്ള വിദ്യ പഠിപ്പിക്കുന്നതായിരിക്കും. ഈ കാർഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അവരുടെ കയ്യിലൊരു പുസ്തകം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പഠിപ്പിക്കുന്ന ആളുകളായിരിക്കാം. ഈ ഒരു അവസ്ഥയിൽ കൂടെയൊക്കെ കടന്നു പോയെങ്കിൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കുക? അത്യാവശ്യം പൈസ നിങ്ങളുടെ കയ്യിൽ വരും. മാതൃദേവതേനെ ഇപ്പോൾ സരസ്വതി ആയാലും അല്ല ഏതെങ്കിലും നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം അമ്മ ദൈവങ്ങളിനെ, ദേവി ഭദ്രകാളിനെയോ അല്ലെങ്കിൽ ദുർഗാ പരമേശ്വരിനെയോ മഹാലക്ഷ്മിനെയോ ഒക്കെ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേരി മാതാവിനെ പ്രാർത്ഥിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന പക്ഷമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പൈസ, നിങ്ങൾക്ക് അത്രയും ജോലി, ഇതിൽ കാണുന്ന ആളെ കണ്ടോ, പൈസ ധാരാളം സമ്പാദിച്ച് പൈസ ഉണങ്ങാനിട്ടിരിക്കുന്നത് പോലെ, നമ്മൾ പറയില്ലേ പൈസ മരത്തിലാണ് കായ്ക്കുക എന്ന് പറഞ്ഞ പോലെ, മരത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന പോലെയാണ് അയാൾ പൈസ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും പൈസ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ എംപ്രസ് ഇരിക്കുന്നത് പോലെ ക്യൂനായിട്ട് അവർ കണ്ടോ, അവരുടെ കയ്യിൽ ആവശ്യത്തിന് എല്ലാ സാധനങ്ങളും ഉണ്ട്. അവർ നല്ല സന്തോഷവതിയായിട്ടിരിക്കുന്ന ഒരു മഹാറാണിയെ പോലെ നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കും. അങ്ങനെ സാധിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങളുടെ കൈയകലത്തിൽ തന്നെ ഉണ്ടാവാനും ഉള്ളൊരു സാധ്യതയുണ്ട്. ഒരു നർച്ചറിങ് കൂടെ വരുന്നുണ്ട്. അതായത് ചിലപ്പോൾ പ്രഗ്നൻസിയോ ആർക്കെങ്കിലും പ്രഗ്നൻസി വരാൻ സാധ്യതയുണ്ട്. അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ റിയൂണിയനാണ് സംഭവിക്കുന്നതെങ്കിൽ, നിങ്ങൾ ലവർ തിരിച്ച് വന്ന് റിയൂണിയനാണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രഗ്നൻസി നടക്കാൻ സാധ്യതയുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നടന്ന് കഴിഞ്ഞവരായിരിക്കാം, അതൊരു നർച്ചറിങ് ഡെലിവറി ഒക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഏഞ്ചൽ കാർഡ് എന്താ പറയുന്നത്? അബണ്ടൻസ് ആണ് പറയുന്നത്. അബണ്ടൻസ് എന്നുള്ള ഏഞ്ചൽ കാർഡാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇത് നിങ്ങൾ ആദ്യത്തെ ഇപ്പം നടക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ അനുഭവിക്കുന്ന പ്രശ്നം മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അബണ്ടൻസ് തന്നെയാണ് വരുന്നത്. ഏറ്റവും നല്ല കാർഡാണ് അബണ്ടൻസ് ആണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് മാത്രമാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ കാർത്യായനി ദേവീനെ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ കാർത്യായനി ദേവീനെ തന്നെ പ്രാർത്ഥിച്ച് അതിൻ്റെ ഞാൻ മന്ത്രം താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? ആ മന്ത്രം നിങ്ങൾ ദിവസവും ഒരു 108 തവണ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ, വിശ്വാസമുള്ളവർ മാത്രം കേട്ടോ, ഞാൻ ആരെയും നിർബന്ധിക്കില്ല. നിങ്ങളുടെ കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ 108 തവണ ആ മന്ത്രം ചാൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബന്ധം കിട്ടും. അതായത് വൈവാഹിക ജീവിതമാണെങ്കിലും നല്ലൊരു പ്രണയമാണെങ്കിലും എല്ലാം കിട്ടും. ഇപ്പോൾ വിവാഹം കഴിക്കാത്ത പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും നിങ്ങൾ ആഗ്രഹിക്കുന്ന പുരുഷനെ കിട്ടാനായിട്ട് ഈ ഒരു മന്ത്രം ചൊല്ലുന്നത് ഏറ്റവും നല്ലതാണെന്നാണ് പുരാണ പ്രകാരം പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് പേഴ്സണൽ റീഡിങ്ങിന് വരുന്നുണ്ട്, അവർ ഹീലിങ്ങിനും വരുന്നുണ്ട്. അവർക്കൊക്കെ നല്ല റിസൾട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിനോ ഹീലിങ്ങിനോ ഈ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടുക. നമ്മൾ അതിനുള്ള പരിഹാരം പൂജയായിട്ടാണെങ്കിലും അല്ല ബ്രേസ്ലെറ്റിൻ്റെ രൂപത്തിൽ, ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റിൻ്റെ രൂപത്തിലാണെങ്കിലും ഏലസ് അല്ലെങ്കിൽ യന്ത്രം ആ രീതിയിലൊക്കെ ആണെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൊറിയർ വഴി അയച്ചു തരുന്നതാണ്. നിങ്ങളുടെ പ്രശ്നം എന്താണോ അതിനനുസരിച്ച്, അതിന് ആവശ്യമുള്ള സ്വിച്ച് വേർഡ്സ് ആണെങ്കിലും അല്ല അഫർമേഷൻ എങ്ങനെയാണ് നിങ്ങൾ അഫേം ചെയ്യേണ്ടതെന്നും അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അല്ല നിങ്ങൾക്ക്
ഞങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ, 1 മാസത്തെ ക്ലാസ് അല്ലെങ്കിൽ 3 മാസത്തെ കോഴ്സ് ഇങ്ങനെ അറ്റൻഡ് ചെയ്യാനാണ് താല്പര്യമുണ്ടെങ്കിൽ അതിനും നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഓക്കെ, നിങ്ങൾക്ക് നല്ലത് മാത്രം വരാനാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ലവ് കാർഡിലും കണ്ട ലുക്ക് ഡീപ്പ് വിത്തിൻ യുവർ ഹാർട്ട് ആൻഡ് യു വിൽ ഫീൽ മൈ ലവ് ഫോർ യു ഈസ് ആസ് ഡീപ്പ് ആസ് ദ ഒക്കേഷൻ, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്, നിങ്ങളുടെ ലവർ നിങ്ങൾക്ക് തരുന്ന ആ ഒരു എന്താ പറയുക ഒരു മെസ്സേജ് അതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. പുതിയ റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.